ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ റഹ്മാൻ വ്ളോഗർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പൊന്നാനിയിലെ എവിടെ സാർ? അനീന ഹോട്ടൽ, അനീന റെസ്റ്റോറൻറ്റിൽ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പ്ലോർ ചെയ്യുന്നത് പൊന്നാനി കർമ്മ റോട്ടിലുള്ള അനീന റെസ്റ്റോറൻറ്റിലുള്ള ഈ രാവിലത്തെ വൈബിൽ വന്നതാണ്. പൊന്നാനിക്കാർക്ക് സ്പെഷ്യലാണ് മുട്ടപ്പത്തിരിയും ബീഫും. അപ്പോൾ നമുക്കൊന്ന് എന്താക്കാം, പൊളിക്കാം. മുട്ടപ്പത്തിരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കട പേരെന്താ? സിദ്ദീഖ് എടപ്പാള്. ആ 1.5 ലക്ഷം പേരില്ലേ? എന്റെ പേര് ഫൈസൽ. ഫൈസൽ നസ്രി വ്ളോഗ് ചെയ്യുന്നുണ്ടോ? ഫൈസൽ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ആ ഇവിടെ മുട്ടപ്പത്തിരി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ അഹങ്കാരം. പൊന്നാനിയുടെ ദേശീയ മുട്ടപ്പത്തിരി. മുട്ടപ്പത്തിരിയാണ് ദേശീയ പലഹാരം. ഇന്ത്യന്റെ ദേശീയ പലഹാരം പോലെ പൊന്നാനിയുടെ ദേശീയ പലഹാരമാണ് മുട്ടപ്പത്തിരി. പഴയ കാലം മുതൽ 100 നൂറ്റാണ്ട് മുമ്പേ ഉണ്ട് സാധനം. ഈ കട ഒരു കഴിവാണ് സ്പീഡാക്കിയിട്ട് ചെയ്യുന്നത്. കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു കൊടുക്കും. ഇത് ഉണ്ടാക്കുമ്പോ തന്നെ ഒരു ഭംഗിയാണ്, കണ്ട. ഓക്കെ, മുട്ടപ്പത്തിനും ബീഫും ഞങ്ങളും വാങ്ങി. ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചില്ലേ? അതും സമയം എപ്പോഴും 6:30 മണി. നമുക്ക് ഒരു സ്ഥലം നോക്കിയിട്ട് കുളത്തിന്റെ വൈബൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. ഇനി അവിടെ ഇരുന്നിട്ട് കഴിക്കുക. അവിടെ ഇരുന്നിട്ട് നമുക്ക് വാ 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 വാ. ചായ. ഷിഫാൻക ചായ നിലത്തേക്ക് പൊട്ടിയിരുന്ന് ചൂടാ. അപ്പൊ നമ്മളെ മുട്ടപ്പത്തിരി അനസ് സെർവ് ചെയ്യും. കുളത്തിന്റെ വൈബിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും. മനസ്സിലല്ലേ? ഒരു അനസിനെ കാണാനില്ല. കുളത്തിന്റെ വൈബിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോ ഒരു പ്രത്യേകതരം വൈബാണ്. ആ പക്കാ കോമ്പിനേഷൻ. ഈ രാവിലെയുള്ള രസം മുകളങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി വന്നിട്ട് അതില് ബീഫും കൂടെ വെക്കുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ, ഒരു ഫീല്. അതാണ് ഈ ബീഫ് അങ്ങണ്ട് ഫുൾ അങ്ങണ്ട് ഒഴിച്ചിട്ട് എടാ ഇതാ മാരി കഴിക്കുന്നു, മണിയേട്ടൻ കഴിക്കുന്നു. വായിൽ വെള്ളം വരുന്ന രീതിയിലാണ് കഴിക്കുന്നത്. കണ്ട, ഷിഫാൻക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പത്തിരും ബീഫ്. ഇവരൊക്കെ സ്ഥിരം വരുന്നവരോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് ടൈം ഉണ്ട്. വൈബ് സെറ്റായാ? ഇപ്പോൾ സമയം ഈ പള്ളിയുടെ മുകളിൽ ഇവിടെ ഒരു കുളമുണ്ട്. കണ്ടാ, ഈ കുളത്തിന് മുകളിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കണം. കണ്ടാ, അതാ ഒരു കപ്പിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിയും മുട്ടപ്പത്തിരിയും ബീഫും ഉണ്ടാ. ആ മുട്ടപ്പത്തിരിയും ആ ബീഫും ഇങ്ങനെ വേണ്ട. മുട്ടപ്പത്തിരി ഉണ്ടല്ലോ. ഇതാണ് മുട്ടപ്പത്തിരി. പൊന്നാനിക്കാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ബീഫും ആ മുട്ടപ്പത്തിരിയും അടിപൊളി. 3 സെറ്റാണ് ഇതിൻ്റെ കൂടെ കിട്ടുക. 3 സെറ്റ് ഇങ്ങനെ മുക്കി ആസ്വദിച്ച് കഴിക്കണം അല്ലേ? നല്ല വൈബ്. ഈ സമയത്തെ വൈബ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന് കഴിക്കുക. ഒരു പ്രാവശ്യമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? 5 മണിക്ക് എണീച്ചിട്ട് വന്നാട്ടെ ഞങ്ങള്. നല്ല തിരക്കായിരുന്നു.
ഇതിന്റെ കൂടെ ചൂട് ചായയും പക്കാ കോമ്പിനേഷൻ. ചട്ടിപ്പത്തിരി അല്ല മുട്ടപ്പത്തിരിയും ബീഫും ചൂട് ചായയും. സമയം അലയിക്കണം, രാവിലെ 7 മണി. മുട്ടപ്പത്തിരി ബീഫ് കോളം. മനസ്സേ എങ്ങനെയുണ്ട് വൈബ്? അടിപൊളി വൈബ്. ഇവിടെ വന്ന് ആസ്വദിക്കാൻ വേണം. ഇതാ അനസ്, മണിയേട്ടൻ, ഷിഫാന് എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ഞാനും ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തീരുമാനിച്ചു ഗൈസ്. എന്താ ഇതാ വാങ്ങിയിട്ട് തിന്നാൻ പറ്റാതെ മതിയാക്കിയിട്ട് ഇതാ അനസിന് കൊടുത്ത്. ആ 10,000 ഓനെ വാങ്ങി. 10,000 ഇന്നലെ സ്വന്താക്കി. അത്യാവശ്യം ഫുഡ് കയറ്റി നിന്നിട്ട് 10,000 സ്വന്താക്കി. എനിക്ക് ഇവിടെ ബാക്കിയായി. മണിയേട്ടൻ്റെ കഴിഞ്ഞ്, അവന്റെയും കഴിഞ്ഞ്. രാത്രി 5 പൊറാട്ട അടിച്ച്. അനസേ എനിക്ക് എങ്ങനെ ഇത്ര ഇഷ്ടപ്പെട്ട്? നിങ്ങൾക്ക് ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ മതിയായി. പിന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ. എന്റെ എപ്പോഴും ബാക്കിയാ. വയ്യാണ്ടായി എന്നെ പറഞ്ഞ വയ്യാണ്ടായിന്ന്. അപ്പൊ നമ്മളെ ഇന്നത്തെ വൈബ് രാവിലെ തന്നെ അടിച്ചു പൊളിച്ച്. താങ്ക് യു അനസ്. ആദ്യം അനസിന് തന്നെ താങ്ക്സ്. കാരണം ഇങ്ങനത്തെ ഒരു വൈബ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അനസാണ്. ഇതുപോലെ അതൊക്കെ ഒരുപാട് ആളുകൾ ഓരോ സെക്ഷനായിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. ഓരോ സെക്ഷനായിട്ടാണ് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നത്. ഈ കുളത്തിൻ്റെ പക്കത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മുട്ടപ്പത്തിനും ബീഫും കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് അല്ലേ. പൊളിച്ച്. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഗൈസ്.